السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒരുപക്ഷെ അവസാനത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഈ പ്രഗത്ഭമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാവിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തും അല്ലാഹുവിനോട് ചോദിക്കാം, എല്ലാം അല്ലാഹു തരും എന്ന് പ്രത്യേക ഓഫറുള്ള ഒരു രാവാണ്. രാവുകളുടെ ലീഡറാണ്, ഏറ്റവും മഹാത്മ്യമാണ്. ദിക്ർ സ്വലാത്തുകൾക്ക് വല്ലാത്ത പുണ്യമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇന്നത്തെ രാവിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ വളരെ അറ്റാച്ച്മെന്റ് ആണ് അവിടത്തിനോട്. നേർക്ക് നേരെ കാണിച്ചു കൊടുക്കും ആരാ ചൊല്ലുന്നത്. ഭയങ്കര പോരിശയാണ്. ഈ പോരിശുകളൊക്കെ കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് പ്രഗത്ഭമായ ചില ദിക്റുകളും സ്വലാത്തുകളുമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഖൽബ് കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന് പ്രസൻസ് ഉണ്ടെങ്കിലേ ഒരു വാക്കിന്, ഒരു അക്ഷരത്തിന് ഫലമുള്ളൂ. അല്ലെങ്കിൽ സീറോ ആണ്, ഒന്നും ഉണ്ടാവില്ല. ഹൃദയത്തിന് പ്രസൻസ് വേണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നറക്കാമീൻ പറയും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. ആദ്യമായി അഫ്ളലു ദിക്ർ അറിയാലോ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ജദ്ദിദു ഈമാനകും വനവിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ കലിമത്തുൽ ഉലിയ അവസാന സക്കറാത്തിന്റെ മൊമെന്റിൽ ഉറക്കെ പറഞ്ഞ് ചുറ്റുഭാഗത്തും കൂടിയിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ മുഅ്മിനീങ്ങൾ മരിക്കുകയാണെങ്കിൽ പടച്ചോനെ എനിക്കും ഇങ്ങനെ മരിക്കണം അല്ലാ എന്ന് തോന്നിപ്പിക്കുമാറ് അത്ര മനോഹരമായ ദിക്ർ ചൊല്ലിയുള്ള സക്കറാത്ത് അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറാണ്. ജീവിതത്തിലെ വന്നുപോയ പാകപ്പിഴവുകൾ അല്ലാഹു ശുദ്ധീകരിച്ച് തെറ്റുകൾ പടച്ചോ പൊറുക്കും. പടപ്പുകൾക്കല്ലേ പൊറുക്കാൻ പാട്. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കുറവോ ഒരു വേദനയോ പ്രയാസമോ ഒരു തെറ്റോ നമുക്ക് സംഭവിച്ചു പോയാൽ അവരോടൊന്ന് മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ എത്ര ചീത്തേക്കണം, എത്ര വട്ടം നമ്മൾ അവരെ പോയി കാണണം, കാലും കൈയും പിടിക്കണ്ടേ. റഹ്മാനും റഹീമുമായ പടച്ച തമ്പുരാൻ നമ്മളോട് എത്ര കൃപയും കരുണയുള്ളവനാണ്. അള്ളാഹിനോട് പടച്ചവനെ എനിക്ക് നീ മാപ്പാക്കണം, എനിക്ക് വേറെ എവിടെയും പോകാനില്ല അല്ലാ എന്ന് ഹൃദയം തുറന്നാൽ പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് തെറ്റുകൾ ഇരുന്നിടത്തുനിന്ന് ഈ ചെയറിൽ നിന്ന് എനിക്ക് എണീക്കേണ്ടി വരില്ല. തെറ്റു പൊറുക്കാൻ 1000 റക്അത്ത് നിസ്കരിക്കേണ്ടി വരില്ല, 1000 ഹജ്ജ് ചെയ്യേണ്ടി വരില്ല. തെറ്റു പൊറുക്കാൻ ഇരുന്ന ഇരിപ്പിൽ മനസ്സങ്ങോട്ട് തുറക്കണം. പടച്ചവനെ ചെയ്തു പോയി അല്ലാ, ഇനി ചെയ്യൂല അല്ലാ, മാപ്പാക്കണം അല്ലാ. അത് വല്ലാത്തൊരു വർത്താനമാണ്. അത് ഖൽബ് പറയണം. ആ തേട്ടത്തോടെ തെറ്റുകളുടെ വേദനയോടുകൂടെ എന്ന് പറഞ്ഞ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇന്നഹു കാന ഗഫാറാ. തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ പോരിശാക്കപ്പെട്ട പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ വെള്ളിയാഴ്ച രാവിൽ
നമുക്ക് എന്ത് അള്ളാഹിനോട് ചോദിക്കാനും എന്തും അള്ളാഹു തരാനും വളരെ എഫക്റ്റീവായ തവസ്സുൽ ബൈത്ത്, മഹാന്മാരായ ബദരീങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായ, നേർക്കുനേരെ മുഖത്ത് നോക്കി സ്വർഗമുണ്ട് എന്ന് ഈ ഉമ്മത്തിൽ ഏറ്റവും കേമന്മാരായ മഹാന്മാരായ അശ്റത്തുൽ മുബശ്ശിരീങ്ങൾ, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഏറ്റവും അഷ്റഫുൽ മുസറഫായ വലിയ മദ്ഹറുൽ തമ്മായ സ്വാദിഖുൽ വഅദിൽ അമീനായ സർദാറെ കായിനാത്ത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിനെ അടക്കം തവസ്സുലാക്കിക്കൊണ്ടുള്ള തവസ്സുൽ ബൈത്ത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. അതൊന്ന് മനസ്സറിഞ്ഞ് നമുക്കൊന്ന് പാടി പറയാം. എല്ലാവരും എൻ്റെ കൂടെ അതേ സാന്നിധ്യത്തോടെ കൂടെ വേണം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മള യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عسير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم തഖബ്ബൽ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ തവസ്സുൽ ബൈത്ത് കബൂലാക്കണേ അല്ലാഹ്. ഈ ബൈത്തിൻ്റെയും ഇതിൽ പറയപ്പെട്ട മഹാന്മാരുടെയും പ്രത്യേകിച്ച് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഹക്ക് ജാഹ് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെ ആവശ്യവും നിറവേറ്റണേ പടച്ചോനെ. രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഒരു വൈറസും കൊറോണയും അല്ലാഹുവേ ഞങ്ങളിലേക്ക് വരാതെ നിന്റെ കാവൽ തരണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, മഴയുടെയും അല്ലാഹുവേ പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒരു പ്രയാസങ്ങളും ഞങ്ങൾ ആരെയും പെടുത്താതെ ഖൈറായ സന്തോഷകരമായ മഴ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, ഞങ്ങളുടെ അൻവാർ ഫജറിന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും ഞങ്ങളോട് മഹബത്തുള്ള എല്ലാവർക്കും പടച്ചവനെ നീ സന്തോഷം റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഏതെല്ലാം കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അസൂയ ഹസദ് വെക്കുന്നുണ്ടെങ്കിൽ, അദാവത്ത് വെക്കുന്നുണ്ടെങ്കിൽ റബ്ബേ വിവരമില്ലാത്തവരായതുകൊണ്ടാണ്, അള്ളാഹുവെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹുവെ പടച്ചോനെ അവരുടെ മനസ്സ് നീ നന്നാക്കി കൊടുത്ത് അവരുടെ തെറ്റ് കരിഞ്ഞു പോകുന്ന തിന്മ ചെയ്യുന്ന ആളുകളായി മാറ്റാതെ അവർക്ക് കൂടെ നന്മ കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവർ, ഇനി നമുക്ക് വെള്ളിയാഴ്ചയിൽ വേണം എന്ന് ഉലമാ പറഞ്ഞ മുഅ്മിനായി മുസ്ലിമായി മരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു പരിശുദ്ധമായ ബൈത്താണ് ഇലാഹി ലസ്തു ബൈത്ത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആല തെറ്റുകൾ മാപ്പാക്കും, ഈമാനോടെ മരണം ഉറപ്പ് നൽകുന്ന പരിശുദ്ധമായ ബൈത്തുകളാണ് മഹാന്മാർ പറഞ്ഞിരുന്നത്. ആ ബൈത്ത് നമുക്ക് ഒന്നിച്ചു ചൊല്ലാം. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا
ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഖസീദത്തു കാഫ് 40 കാഫ് കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള മഹാനായ സുൽത്താനുൽ ഔലിയ അശ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ തസ്നീഫ് ചെയ്ത മനോഹരമായ ഖസീദത്തു കഫാക്ക. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ചാനലിൻ്റെ നാമകരണം തന്നെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കഫാക്ക് മീഡിയ, രണ്ടും നമ്മുടെ കൂടെ. അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച 2 ചാനലുകളാണ്. രണ്ടും സന്തോഷത്തോടെ ആരെങ്കിലും, ഒരുപാട് പേര് പറയും ഉസ്താദേ ഞങ്ങൾക്ക് ക്ലാസ് കിട്ടാറില്ല, മജ്ലിസ് കിട്ടാറില്ല, സലാത്തിൻ്റെ മജ്ലിസുകൾ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല, നോട്ടിഫിക്കേഷൻ വരുന്നില്ല, മുമ്പ് വന്നതാണ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മുമ്പത്തെ ചാനലിലാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. നിലവിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിട്ട് ആ ബെല്ലൈക്കൺ നമ്മളൊന്ന് എനേബിൾ ചെയ്യണം, ഒന്ന് പ്രസ് ചെയ്യണം. ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾ എന്ന് പറയുന്ന സെലക്ഷൻ വരും. അതിൽ ഓൾ എന്ന് പറയും നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മളൊന്നും അറിയണ്ട. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ പരമാവധി നമ്മുടെ മുഹബ്ബീങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം ഇതിനകത്ത് ഖൈറായൊരു സംസാരം, ഖൈറായ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ്, പരിശുദ്ധ ദിക്റുകൾ, സ്വലാത്തുകൾ ഒന്നും അല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് റാഹത്തായിട്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഖസീദത്തു കഫാക്ക് ഒന്ന് ചൊല്ലി നോക്കാം. അൽഹംദുലില്ലാഹ് മനോഹരമാണ്. എത്ര പ്രായമുള്ള ഉമ്മമാരടക്കം മനപ്പാഠം പഠിച്ചെന്ന് പറയൂ. എത്ര സന്തോഷമാണ്. കൂടെ ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ കൂടെ ചൊല്ലുകയാണ്, ഈ ഒരു മജ്ലിസിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അൻവാർ ഫസലിൻ്റെ ക്ലാസ് കാത്ത് സുബഹി കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് എന്താ പറയുന്നത്, എന്തായിരിക്കും, ആ ഒരു ജിജ്ഞാസയിൽ നിങ്ങൾ നിൽക്കുകയാണ്, ദ്വാരക്കാണെന്ന് പറഞ്ഞ് എത്ര സന്തോഷം പറയുന്നത്. എവിടെ ചെന്നാലും അങ്ങനെയാണ്. ഒരു നാട്ടിൽ ചെന്നാൽ ഒരു കുടുംബം നമ്മുടെ അൻവാർ ഫസലിൻ്റെ കുടുംബമാണ്. അത് വലിയ സന്തോഷമാണ്. അല്ലാഹു നിലനിർത്തട്ടെ, ദായിമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം ഖസീദത്തു കഫാക്ക് ഒന്ന് നോക്കാം. കഫാക റബ്ബുക കം يكفيك واكفة كف كافها ككمي من كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف كربته يا كوكبا كانت كي كوكب الفلكا كفاك ربك كم يكفيك واكفة كف كافها ككمي من كان منك ليكا تكر كرا ككر الكر في كبدي تركيب سكسكة كلت لك الكليكا كفاك ما بكفا كالكاف كربته يا كوكبا كانت كي كوكب الفلكا كفاك ربك كم يكفيك واكفة كف كافها ككمي إن كان منك ليكا تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفاك ما بكفا كالكاف كربته يا كوكبا كانت كي كوكب الفلكا
അൽഹംദുലില്ലാഹ്. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പോലീസിയായ മജ്ലിസിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് പ്രധാനപ്പെട്ട ചൊല്ലാനുള്ളത് സ്വലാത്താണ്. അതിൽ തീപ്പാറും വേഗത്തിൽ ഹാജത്ത് നടക്കുന്ന, തീപ്പാറും വേഗത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന, തീപ്പാറും വേഗത്തിൽ രോഗങ്ങൾ മാറ്റുന്ന, കച്ചവടം നന്നാകുന്ന, പഠനങ്ങൾ നന്നാകുന്ന, കുട്ടികൾ സലാമത്താകുന്ന, എല്ലാ നിലക്കും ഗുണങ്ങൾ കിട്ടുന്ന സ്വലാത്ത് അസ്വലാത്തു നാരിയ. നാരിന്റെ സ്വലാത്ത് അറിയാലോ, ഒന്ന് കൂടെ ചെല്ലാം എല്ലാവരും. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു വട്ടം ചൊല്ലിയാൽ 6 ലക്ഷം സ്വലാത്തിന്റെ മഹത്വത്തോട് കടപിടിക്കുന്ന, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ രാവിൽ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 400 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി, 400 കൊല്ലത്തെ പാപം പൊറുക്കുന്ന പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിഹ്, വിജയികളെ സ്വലാത്ത്, വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ചൊല്ലുന്ന സ്വലാത്ത്, പുരുഷാക്കപ്പെട്ട സ്വലാത്ത്, ആ സ്വലാത്തുൽ ഫാത്തിഹ് നമുക്ക് ചൊല്ലാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള പരിശുദ്ധമായ സ്വലാത്തുൽ ഫാത്തിമിയ്യ സ്പെഷ്യൽ സ്വലാത്താണ്. കടങ്ങൾ പ്രയാസങ്ങളുള്ളവർക്ക് വലിയ സമാധാനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും ഖബറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ, സ്വർഗ്ഗത്തിൽ പോകാനാ നൂറ്, അതിന് കാരണമാകുന്ന സ്വലാത്താണ്. ജീവിതം മുഴുവൻ ഒരു നൂറാവും, വെളിച്ചാവും, ഇരുട്ട് പോകും, രോഗങ്ങൾ പോകും, വെളിച്ചാവും, ഖൽബിൽ ഇരുട്ട് പോകും, ഈമാന്റെ തെളിച്ചുണ്ടാവും. അതിന് പറ്റിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. എൻ്റെ കൂടെ ചൊല്ലെല്ലാവരും, കുഞ്ഞു സ്വലാത്തല്ലേ. اللهم صل على النور واهلي 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 اللهم صل على النور واهلي. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു പോരിശേറിയ സ്വലാത്ത്, നിബിധങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരുന്ന സ്വലാത്ത്
നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം കിട്ടുന്ന, പരസ്പരം കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്ന, ഭാര്യ ഭർത്താക്കൾ, കുടുംബം, മക്കൾ വലിയ സ്നേഹത്തിൽ കഴിയാൻ പറ്റുന്ന പരിശുദ്ധ സ്വലാത്ത്, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ 70 കവാടം തുറന്നിറങ്ങുന്ന സ്വലാത്ത് ഒരുപാട് പുരുഷുണ്ട്. ആ സ്വലാത്ത് നമുക്കൊന്ന് ഓതാം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്. അല്ലാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, ഒരു ഫാത്തിഹ മനസ്സ് നിറച്ച്, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, പരിചയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഒരുപാട് മുമ്മിനികൾ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പള്ളിക്കാട്ടുകളിൽ ഒരുപാട് മുമ്മിനികൾ കിടക്കുന്നുണ്ട്. നമ്മുടെ അൻവാർ ഫജറിൻ്റെ, നമ്മുടെ മജ്‌ലിസിൻ്റെ കുടുംബത്തിൽ ആദ്യകാലത്ത് പങ്കെടുത്ത ഒരുപാട് ഉപ്പമാർ ഖബറിൽ പോയിട്ടുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ മാസത്തിൽ വഫാത്തായി പോയ എല്ലാ സ്വാലിഹ്യങ്ങളെ ഉൾപ്പെടുത്തി അൽഹംദുലില്ലാഹ് ഒരു ഫാത്തിഹ എല്ലാവരും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഈ പരിശുദ്ധ രാവിൽ ദുആക്ക് എന്തുകൊണ്ടും ഇജാബത്താണ്. നമ്മൾ ചൊല്ലിയ അദ്കാറുകളുടെയും സ്വലാത്തുകളുടെയും ബറക്കത്തുകൊണ്ട് ഇജാബത്ത് ഉറപ്പാണ്. പരിശുദ്ധമായ പല സ്ഥലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഇജാബത്തുള്ള നേരമാണ്. എന്തുകൊണ്ടും മജ്‌ലിസ് എല്ലാം റാഹത്താണ്. അൽഹംദുലില്ലാഹ്. കുരിശാക്കപ്പെട്ടൊരു മാസവും അതിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവാകാൻ സാധ്യതയും എല്ലാം നിലനിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഇജാബത്ത് നൽകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാൻ. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും ഓതിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും കബൂലാക്കണേ റബ്ബേ. എല്ലാറ്റിൻ്റെയും മിഥില തവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, ഖൈറുൽ മുസലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാരണവന്മാർ, ഉസ്താദുമാര്, മശായിഖന്മാര്,
അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ഞങ്ങളുടെ അൻവാർ ഫസലിന്റെ കുടുംബത്തിൽ തുടക്കകാലം സജീവമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല കാരണവന്മാരും സഹോദര സഹോദരികളും മരിച്ചുപോയവരിലുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഫിദ്ദുനിയാവൽ ആഖിറ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ദുൽഹജ്ജയുടെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാക്കി ദിനം മാറ്റല്ലേ അല്ലാ. ഒരുപാട് വെള്ളിയാഴ്ച രാവുകൾ ഞങ്ങളുടെ ആരോഗ്യത്തിൽ നിങ്ങളുടെ ആയുസ്സിൽ നീ തുറന്നു നൽകണേ അല്ലാ. മുഹറം മാസത്തിലേക്ക് ആവേശത്തോടെ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ആനന്ദത്തോടെ ആഫിയത്തോടെ പോകാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് പൊറുക്കണേ റബ്ബേ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. പടച്ചവരെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഓരോന്നും എടുത്തു പറയൽ അസാധ്യമാണല്ലാ. ആരെല്ലാം എന്തെല്ലാം കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചോ നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് ഇജാബത്ത് തരണേ അല്ലാ. രോഗങ്ങൾ മാറാൻ പറഞ്ഞവര്, കടങ്ങൾ മാറാൻ പറഞ്ഞവര്, വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാൻ, മക്കളുടെ സ്വഭാവം നന്നാകാൻ, മക്കൾ പഠിച്ചുന്നതരാകാൻ, പരീക്ഷയിൽ വിജയിക്കാൻ അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഹാസിലാക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളുടെ മജ്ലിസിൽ ഞങ്ങളുടെ അൻവാർ ഫസലിന്റെ കുടുംബത്തിൽ എത്രയോ കാലങ്ങളായി പങ്കെടുക്കുന്നവർ, ഞങ്ങളുടെ കഫാഖ് ഇസ്ലാമിക് ചാനലിൽ പുതുതായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് ഉപ്പമാര്, അതെല്ലാ മുഅ്മിനീങ്ങൾക്കും എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിന്റെ ഭാഗവാക്കാക്കുന്നവര്, പടച്ചവരെ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഖൈർ നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ഫലസ്തീനിന്റെ മക്കൾക്ക് റബ്ബേ നിന്റെ നസ്ർ കൊണ്ട് നീ സഹായം തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവരെ അപകടകരമായൊരു യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 ലോക മഹായുദ്ധം റബ്ബേ അതിന്റെ വക്കിലേക്ക് പലപ്പോഴും ചർച്ചകൾ ഇങ്ങനെ പോകുകയാണ്. അല്ലാഹുവേ അക്രമകാരികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവിടെ കുതന്ത്രങ്ങൾ നീ നശിപ്പിച്ചു കളയണേ അല്ലാ. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ, പാവപ്പെട്ട നിന്റെ അടിയാറുകളെ വേദനിപ്പിച്ച കുഞ്ഞുമക്കളെ അല്ലാഹുവേ കത്തിച്ചു കളഞ്ഞ കൊച്ചുമക്കളെ പട്ടിണിക്കിട്ട് വേദനിപ്പിക്കുന്ന ശത്രുക്കളെ റബ്ബേ നീ തടഞ്ഞു വെക്കണേ അല്ലാ. അവർക്ക് വിജയം തുറന്നു കൊടുക്കല്ലേ അല്ലാ. പടച്ചോരേ ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാ. ദില്ലത്ത് നൽകല്ലേ അല്ലാ. പടച്ചോരേ ഒരു വിഷമവും പ്രയാസവും അല്ലാഹുവേ താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകാര്, കുടുംബക്കാര്, മഹല്ലത്തുകാര്, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഹദിയ നൽകുന്നവർ, സഹായിക്കുന്നവർ റബ്ബേ നിന്റെ സഹായം നീ മഫ്തൂഹാക്കി കൊടുക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ ഇതേപോലെ ഒരു കുടുംബങ്ങളെ പോലെ ഒന്നിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم رب ارحمهما كما ربياني صغيرا. اللهم يا مقلب القلوب ثبت قلوبنا على دينك يا ذا الجلال والجمال والإكرام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. وآخر كلام الحمد لله. السلام عليكم ورحمة الله وبركاته.